കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് CJP, അതായത് കോക്രോച്ച് ജനതാ പാർട്ടി എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ആരംഭിച്ച സമരം ഇപ്പോൾ അത് പുതിയ പുതിയ മേഖലകളിലേക്ക് കടക്കുകയാണ്. ആ സമരം അതൊരു വല്ലാത്ത സമരമായിട്ട് മാറി. ഇത് ആദ്യം കേന്ദ്ര ഗവൺമെൻറ്റിനെ ശരിയായ രീതിയിൽ ടാക്കിൾ ചെയ്തെടുക്കാവുന്ന ഒരു പ്രശ്നമായിരുന്നു. അപ്പോൾ ആ കാലത്തൊക്കെ ആദ്യം ഈ ധർമ്മേന്ദ്ര പ്രധാനെതിരെ ഒരുപാട് അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വന്നതാണ്. അയാളെ ബന്ധുവിന് തന്നെ ഇതിൻ്റെ കരാറ് ഒക്കെ കൊടുത്തു. ഏതായാലും നീറ്റ് പരീക്ഷ അവർ കുളമാക്കി നശിപ്പിച്ചു. അവസാനം ആ പരീക്ഷ രണ്ടാമത് നടത്തേണ്ടതായിട്ട് വന്നു. അതിൽ മനം തോന്നിട്ട് 27 വിദ്യാർത്ഥിനികളാണ് 27 കുഞ്ഞുങ്ങളാണ് ആത്മഹത്യ ചെയ്തത്. ആ ആത്മഹത്യ ചെയ്ത കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളുടെ സങ്കടം ഒന്ന് ആലോചിച്ച് നോക്കുള്ളൂ. അവരെന്തുമാത്രം കഷ്ടപ്പെട്ടാണ് ആ കുട്ടികളെ വളർത്തി, അതേപോലെ പഠിപ്പിച്ചു, യോഗ്യരാക്കി, ഈ പരീക്ഷയ്ക്ക് സജ്ജരാക്കി കൊണ്ടുവന്നത്. ആ പരീക്ഷ ക്യാൻസൽ ചെയ്തപ്പോൾ അതിലൊക്കെ ചെയ്യേണ്ടതായിട്ട് വന്നത് ആരുടെ കുഴപ്പം കൊണ്ടാണ്? ഈ കുഞ്ഞുങ്ങളുടെ കുഴപ്പം കൊണ്ടല്ലല്ലോ, ഈ വൃത്തികെട്ടവൻ്റെയൊക്കെ കുഴപ്പം കൊണ്ടല്ലേ. അവസാനം ഇവനെയൊക്കെ മാറ്റി പുതിയതായിട്ട് മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുന്നതിൻ്റെ ഒരു തീരുമാനം ആയിരുന്നു. യഥാർത്ഥത്തിൽ ചർച്ച ഉണ്ടായിരുന്നു. അതൊക്കെ വന്ന് ഇയാളെ മാറ്റും, വേറെ 1-2 പേരെ, അത് നിർമ്മല സീതാരാമന് പകരം വേറൊരാൾ എന്നൊക്കെ പറഞ്ഞുള്ള ഒരു വാർത്തയൊക്കെ വെളി വന്നതാണ്. പക്ഷേ അത് നോക്കിയപ്പോൾ ഇവർ സമരം ചെയ്യുന്നില്ലേ, അതുകൊണ്ട് വേണ്ട, നീയൊക്കെ സമരം ചെയ്യുന്നത് കൊണ്ട് മാറ്റുന്നില്ല. ഈ അഴിമതി ഇത്രത്തോളം നടത്തി ഈ കുഞ്ഞുങ്ങളുടെ ഭാവി കളഞ്ഞ 27 കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്ത ഒരു കാര്യമാണിത്. അപ്പോൾ അതിനകത്ത് ഈ പ്രധാനമന്ത്രി ഇത്രയും വൃത്തികേട് കാണിക്കേണ്ട കാര്യമുണ്ടോ? കാരണം ഇവർ ചോദിച്ചു. അത് പണ്ട് കർഷക പ്രക്ഷോഭം ഓർമ്മയുണ്ടായിരുന്നല്ലോ. കർഷകർക്കെതിരെ ഉണ്ടായ നിയമങ്ങൾ, കുറേ നിയമങ്ങളങ്ങ് വന്നു. കാടൻ നിയമങ്ങൾ ഉണ്ടായി, 3 നിയമങ്ങൾ. അത് എന്ത് ചെയ്താലും ഞങ്ങളത് മാറത്തില്ല. പക്ഷേ ആ നിയമം പിൻവലിക്കേണ്ട ഗതികേട് കേന്ദ്ര ഗവൺമെൻറ് വന്നില്ലേ. അത് നാണക്കേട്. ആ നാണക്കേടൊക്കെ കാലം കഴിയുമ്പോൾ അങ്ങ് മറക്കും ആളുകൾ. പിന്നെ പ്രധാനമന്ത്രി ഇതിന് വാതുറക്കത്തില്ല, ഇതൊന്നും പറയത്തില്ല. ഇതുപോലെ ഈ 27 കുഞ്ഞുങ്ങൾ മരിച്ചതാണ്, അവർ ആത്മഹത്യ ചെയ്തതാണ്, അതിനെക്കുറിച്ചൊന്നും മിണ്ടത്തില്ല. അത് മിണ്ടാത്തതിൻ്റെ അദ്ദേഹത്തിന് പിന്നെ വേറെ കാര്യമുണ്ട്. ആൾ പൊളിറ്റിക്സിൽ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ ഉള്ള ആളല്ലേ, അതുകൊണ്ട് ആ വാതുറക്കാൻ അറിഞ്ഞുകൂടാത്ത. വിദേശത്തൊക്കെ പോയാലേ മാധ്യമപ്രവർത്തകർ ചോദിച്ചാൽ ജീവൻ കളഞ്ഞ് അവിടുന്ന് ഓടും. അതിന് കുറ്റമല്ല, അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. അതിനകത്ത് ഞാൻ കുറ്റമൊന്നും കാണുന്നില്ല. കാരണം അത് വിവരമില്ല, പറയാനുള്ള അറിഞ്ഞൂടാ. എന്നാൽ അതങ്ങ് പറഞ്ഞാൽ പോരെ, അല്ലെ അറിയാവുന്ന കാര്യങ്ങൾ അറിയാവുന്നവരെ വെച്ചിട്ട് പറഞ്ഞാൽ പോരെ. ഏതായാലും പോട്ടെ. എന്തായാലും അത് ഇപ്പോൾ അദ്ദേഹം വാ തുറക്കാറില്ല. ആദ്യമായിട്ട് ധർമ്മേന്ദ്ര പ്രധാൻ ഇത് കഴിഞ്ഞതിന് ശേഷം വാ തുറന്ന് തുടങ്ങിയിപ്പോൾ, ഇന്നലെ മുതൽ. ഇന്നലെയൊക്കെ ഉണ്ടായ സംഭവം എന്നൊക്കെ പറയുന്നത്, അതിന് മുമ്പുണ്ടായ സംഭവം അവിടെ ഈ ധർണ നടത്തുന്ന നിരാഹാര സത്യാഗ്രഹം നടത്തിക്കൊണ്ടിരുന്ന ആളുകൾ സോനം വാങ്ചുക്കിനെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് സഫ്ദർജംഗ് ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി. ആക്കിയിട്ട് എന്താണെന്നറിയാം, തടങ്കൽ പാളയമായിട്ട് അങ്ങ് മാറ്റി. അയാളെ അവിടെ അങ്ങ് തടവിലിട്ടാൽ ഈ പ്രശ്നം അവസാനിക്കും എന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു. പക്ഷേ അയാളുടെ ഭാര്യ രംഗത്തിറങ്ങി. ആ കുടുംബം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു കുടുംബമാണ്. സോനം വാങ്ചുക്കിൻ്റെ അയാളുടെ പിതാവ് വാങ്ങിയാലെന്ന് പറയുന്ന ആൾ ഒരുപാട് നാൾ ലഡാക്കിന് വേണ്ടി സമരം ചെയ്തിട്ടുള്ള ആളാണ്. ഒരുപാട് സമരം ചെയ്ത് നിരാഹാരവും കിടന്നിട്ടുള്ള ആളാണ്. അതേപോലെയാണ് സോനം വാങ്ചുക്ക് ഇപ്പോൾ ഈ പ്രശ്നം ഏറ്റെടുത്ത് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി രംഗത്തിറങ്ങിയതാണ്. അപ്പോൾ അയാളെ കൊണ്ടുപോയപ്പോൾ അയാളുടെ ഭാര്യ വന്നു. അവരെ ഞാൻ പറഞ്ഞില്ലേ, അവരെ അങ്ങനെയൊന്നും ഒതുക്കാൻ പറ്റുന്ന ആളുകളല്ല. ഇപ്പോൾ ഇത് ആദ്യം ചെറുതായിട്ട് തുടങ്ങിയ ഈ സമരത്തിന് ഇപ്പോൾ ധാരാളം ആളുകൾ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അങ്ങോട്ട് വന്നേക്കാണ്. ഡൽഹിയിലെ തെരുവുകൾ ചോരക്കളമായിട്ട് മാറുന്ന കാഴ്ച നമ്മൾ കണ്ടേ. ഈ കുഞ്ഞുങ്ങളെ എടുത്ത് പോലീസുകാരെടുത്തിട്ട് അടിക്കുകയാണ്. അടിച്ചെന്ന് പറഞ്ഞാൽ തല്ലി ചതച്ചു അവരെ. എന്നിട്ട് അതിൽ തന്നെ ആ പോലീസുകാർ തന്നെ വാഹനം ഇതിൻ്റെ ചില്ലടിച്ച് പൊട്ടിക്കുന്നതുണ്ട്. എന്നിട്ട് എല്ലാം ഇവർ ചെയ്തതാണെന്ന്. ഇനി ഇത് മാത്രമോ, ഇവർക്കെതിരെ കള്ളപ്രചാരണമാണ് ഇപ്പം BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ നമുക്ക്. ഈ ചെറുപ്പക്കാർ, ഈ കുഞ്ഞുങ്ങൾ, അവർക്കെതിരെ വ്യാജ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്നറിയോ, ഒരു പടം കാണിച്ചേക്കുക. പ്രധാനമന്ത്രി കൊട്ടിഘോഷിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്ത് ഹൈഡ്രജൻ ട്രെയിൻ ഉണ്ടല്ലോ, ആ ഹൈഡ്രജൻ ട്രെയിൻ ഇവർ കല്ലെറിഞ്ഞെന്നാണ് CJP.
അതിന് കാണിച്ചേക്കുന്ന പടം ഏതാണെന്നറിയാമോ? അതിന് കാണിച്ചേക്കുന്ന പടം ഈ ബീഹാറിൽ കുട്ടികൾ, അതായത് പരീക്ഷ എഴുതാൻ, അവർ ഒരു ജോലിക്കുള്ള പരീക്ഷ എഴുതാൻ അവിടുത്തെ PSC എക്സാമിനേഷൻ എഴുതാനായിട്ട് നോക്കിയിരുന്നു. അവർ ട്രെയിൻ വൈകിയപ്പം അവർ അസ്വസ്ഥരായിട്ട് അവർ കല്ലെറിഞ്ഞു കളഞ്ഞു ട്രെയിനിന്. അത് ഇതുമായിട്ട് ഒരു ബന്ധമുള്ള സംഭവമല്ല. അത് കഴിഞ്ഞ മാസം 14 നടന്ന സംഭവമാണ്. അതിൻ്റെ പടമെടുത്ത് സോഷ്യൽ മീഡിയയിലൂടെ ഇട്ടിട്ട് ആക്ഷേപിക്കുക. ഇവനൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ ഇരുന്ന് പറയാനല്ലാതെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പം ഞാൻ ഈ പറയുമ്പോൾ എന്നെ ഒത്തിരി പേര് ചീത്ത വിളിച്ചോട്ടെ, എനിക്ക് പ്രശ്നമല്ല. എന്താ കാര്യം എന്നറിയാം, ഞാൻ ഇപ്പോൾ അത് സംഘപരിവാറിൻ്റെ ആളുകളായി വിളിക്കുന്നത്. ഇവന്മാരുടെയൊക്കെ കുഞ്ഞുങ്ങൾക്കായി ഇത് സംഭവിക്കുന്നെങ്കിൽ അവർ വിളിക്കുമോ? നേതാക്കൾക്ക് പ്രശ്നമല്ല. അവൻ്റെയൊക്കെ മക്കളെ കേംബ്രിഡ്ജിലും ഓക്സ്ഫോർഡിലും ഒക്കെ വിട്ട് പഠിപ്പിക്കാൻ അവന് കാശുണ്ട്. കാശേതാ? നമ്മുടെ പണം. നേരെ മറിച്ച് ഈ പാവങ്ങൾ എവിടെ പോയി പഠിപ്പിക്കും? അതിനെക്കുറിച്ച് അവനൊന്നും ചിന്തിക്കത്തില്ല. ഈ ചീത്ത വിളിക്കുന്നവനൊക്കെ അവനൊക്കെ ഇരുന്ന് അനാവശ്യം പറയാനൊക്കുമല്ലോ. അതാണ് ഇതാണ് മുസ്ലിം. ഇത് ഉടനെ മുസ്ലിം കാർഡ് എടുത്തങ്ങ് ഇറക്കും. ഞാൻ മുസ്ലിം ആയതുകൊണ്ടല്ല, ഈ സമരത്തിന് ഞാനും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. കാരണം എൻ്റെ മനസ്സിൽ പിള്ളേരോടൊപ്പമാണ്. ഈ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്നവൻ രാജിവെക്കണം എന്നുള്ള അവരുടെ ആവശ്യം ന്യായമായ അവകാശമാണ്. ഈ അവകാശത്തിന് രാഷ്ട്രീയ പിന്തുണ ലഭിച്ചിരുന്നുവെങ്കിലും കോൺഗ്രസ് ആദ്യം ഒന്ന് അറച്ചു നിൽക്കാനുള്ള കാരണം എന്താണെന്നറിയോ? അത് AAPയുടെ ഇടപാട് കണ്ടുകൊണ്ടാണ്. പണ്ട് AAP BJPയുടെ ഒരു B ടീമായിട്ട് മാറിയത് നമ്മൾ കണ്ടതാണ് ആദ്യമൊക്കെ. പിന്നെയാണ് AAPയെ ഒതുക്കാൻ പറ്റാതെ വന്നപ്പം അവന്മാരെയൊക്കെ പിടിച്ചകത്തിട്ട് നശിപ്പിച്ച് ആ പാർട്ടി തല്ലിപ്പൊളിപ്പിച്ച് എല്ലാം റെഡിയാക്കി എടുത്തു. മമതയെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള പണിയെല്ലാം ചെയ്തു. അവസാനം അവിടുന്ന് ഇലക്ട്രൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ആളുകളെല്ലാം വെട്ടിമാറ്റി അവസാനം അവിടെ പിടിച്ചെടുത്തു. അതാണ് ചെയ്തേക്കുന്നത്. ആ രീതിയിലുള്ള അനാവശ്യവും അഹങ്കാരവും കാണിക്കുന്ന ഈ സർക്കാർ യഥാർത്ഥത്തിൽ ഈ കാര്യത്തിൽ, കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ന്യായമായ ആവശ്യമാണ് അവർ ഉന്നയിച്ചത്. അതിലിപ്പോൾ എന്താണെന്നറിയോ? ഒരു കുട്ടി, ഒരു 23 വയസ്സുള്ള സാക്ഷി എന്ന് പറയുന്ന ഒരു മോള്, അതിൻ്റെ തലയിൽ അടിച്ച് ലാത്തി വെച്ച് അടിച്ച് അതിനെ തറയിലിട്ട് ചവിട്ടി തേച്ച് അവസാനം എന്താണെന്നറിയോ? അതിപ്പോൾ വെന്റിലേറ്ററിലാണ്. ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സപ്ലൈ പോയി. അത് വെന്റിലേറ്റർ കിടക്കുകയാണ്. അത് രക്ഷപ്പെടുമോ? ഇനി എന്തായാലും അതിൻ്റെ ഭാവി മുഴുവൻ പോയില്ലേ? സഫ്ദർജംഗ് ഹോസ്പിറ്റൽ തടങ്കൽപ്പാളയമാക്കാനുള്ള അനുവാദം, അതല്ല, ആശുപത്രി അങ്ങനെ ആക്കാൻ പാടില്ല എന്ന് ഡോക്ടേഴ്സ് തന്നെ രാഷ്ട്രപതിക്ക് പരാതി കൊടുത്തിട്ടിരിക്കുകയാണ്. അവസാനം ഇപ്പം എന്തായിരുന്നറിയോ? ഹൈക്കോടതിയുടെ നിർദ്ദേശം ഇമ്മീഡിയറ്റ്ലി അവിടെ നിന്ന് മാറ്റിക്കൊള്ളാൻ പറഞ്ഞതുകൊണ്ട് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയാണ്. കാരണം ഇയാളെ പിടിച്ചാൽ അകത്തിടണമല്ലോ, ഇയാളെ പ്രതിഷേധം പുറത്തു വരാൻ പാടില്ല. അതിനാണ് ഈ വൃത്തികെട്ട വർത്തമാനം എല്ലാം യവന്മാർ പറഞ്ഞുണ്ടാക്കുന്നത്, അപവാദം ഈ CJPക്കെതിരെയൊക്കെ പറയുന്നത്. ഏതായാലും അറച്ചു നിന്ന കോൺഗ്രസ് അവസാനം അതൊരു പേടിച്ച് നിന്നത് എന്താണെന്നറിയോ? ഇത് BJPയുടെ പിന്തുണയോടുകൂടി BJPയെ വെള്ളപൂശാൻ ചെയ്യുന്നതാണോ എന്നൊരു സംശയം ആദ്യം വന്നിരുന്നു. പക്ഷേ അതല്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധിയും ടീമും എല്ലാം വെടിയിലിറങ്ങി. എല്ലാ MP മാരും ഇന്നലെ പ്രധാനമന്ത്രിയുടെ വീട്ടിന് തൊട്ടടുത്ത് വരെ പോയിട്ട് അവിടെ ഉപരോധിച്ചു. അവിടെ അവർ ധർണ നടത്തി. അവസാനം എന്താ? ഇവരെയൊക്കെ വലിച്ചഴിച്ചാണ്, രാഹുൽ ഗാന്ധിയൊക്കെ വലിച്ചഴിച്ച് അദ്ദേഹത്തിന് മുഖത്ത് പരിക്കേറ്റു. അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയെ പുരുഷ പോലീസ് ഉൾപ്പെടെയാണ് വണ്ടി കയറ്റാൻ പോയത്. അവിടെ സ്ത്രീകളില്ലാത്ത വണ്ടിയിലേക്ക് അവരെ തള്ളിക്കയറ്റാൻ പോയപ്പോൾ അവർ സമ്മതിച്ചില്ല. അങ്ങനെ മാറി. ഇവരെ എല്ലാം അവസാനം അവിടുന്ന് അറസ്റ്റ് ചെയ്ത് വലിച്ചഴിച്ചതാണ്. KC വേണുഗോപാലിൻ്റെ പരിക്ക് പറ്റി. അതേപോലെ തന്നെ ഒരുപാട് പേരെ MP മാരെ ഉപദ്രവിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് ഏതായാലും രാത്രി 10 മണിയോടെ ആ MP മാരെയൊക്കെ വിട്ടയക്കുകയാണ് ഉണ്ടായത്. ഇവർക്ക് ധർണ നടത്തിക്കൂടെ? ഇവർക്ക് പ്രതിഷേധിച്ചൂടെ? ഈ പ്രതിഷേധത്തെ ഭയക്കുന്ന BJP ഉണ്ടല്ലോ, ഈ സർക്കാരുണ്ടല്ലോ, ഇതിന് കൂടുതൽ സ്റ്റാൻഡില്ല. അത് ആലോചിക്കണം. നിലനിൽപ്പ് കുറവാണ്. ഈ പ്രതിഷേധ സ്വരത്തെ ഉൾക്കൊള്ളാൻ വയ്യാത്തത്. ഇവർക്ക് രാജാവായിട്ട് വാഴണം. ഇവിടെ രാജഭരണമല്ല. ഇവിടെ രാജഭരണമല്ല. ഇവിടെ രാജാവും പ്രജകളുമല്ല ഉള്ളത്. പ്രജകളെന്ന് വിളിക്കുന്ന ഇലവന്മാരുണ്ടല്ലോ, അതൊന്നും അല്ല ഇവിടെ ഉള്ളത്. ഇവിടെ ഉള്ളത് വോട്ടർമാരും ഈ രാജ്യത്തെ പൗരന്മാരുമാണ്. അവരുടെ ശബ്ദത്തിന് വിലയുണ്ട്. ഈ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോഴത്തെ അവരുടെ ആവശ്യം എന്ന് പറയുന്നത്, അതായത് ഈ സോനം വാങ്ചുക്കിനെ വിട്ടയക്കണം. ഒന്ന്, അതിലും വലിയ ആവശ്യം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. പിന്നെ ഇതിൽ മരിച്ച ഈ കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവരുടെ ഓരോ കുഞ്ഞിനും 1 കോടി രൂപ വീതം നഷ്ടപരിഹാരം കൊടുക്കണം. ന്യായമായ ആവശ്യമല്ലേ? ഈ ആവശ്യത്തിനെതിരെ എങ്ങനെ കണ്ണടയ്ക്കാൻ കേന്ദ്ര ഗവൺമെൻറ് നോക്കും?
ഇപ്പോൾ സമയമായപ്പോൾ ഇവിടെ രാഹുൽ ഗാന്ധിയൊക്കെ വന്ന് തുടങ്ങാൻ നേരത്തെ ജിതേന്ദ്ര സിംഗ് മന്ത്രി ഒക്കെ വന്നേക്കുന്നു. എന്തുവാ നമുക്ക് പാർലമെന്റിൽ ചർച്ച നടത്താമെന്ന്. ഇതുവരെ അതുമില്ല. ഇപ്പം പാർലമെന്റിൽ ചർച്ച നടത്താമെന്നായി. ഈ സമരം തെരുവിലേക്ക് വ്യാപിക്കും. കൂടുതൽ ആളുകൾ ഇതിന് പോവുകയാണ്. ഇപ്പം ഞാൻ തന്നെ പറഞ്ഞില്ലേ, ഞാൻ ഇതിന് എല്ലാവിധ ഈ സമരത്തിനും ഈ പ്രതിഷേധത്തിനും എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. ഇത് വിജയിക്കണം. ഇത് ജനങ്ങളുടെ സമരമാണ്, കുഞ്ഞുങ്ങളുടെ സമരമാണ്. അതിന് ഞാൻ എല്ലാവിധ ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കുന്നു. പ്രതിഷേധ സ്വരങ്ങളെ അടിച്ചമർത്താൻ RSSനോടും BJPയോടും ഒപ്പം നമ്മുടെ പ്രധാനമന്ത്രിയും കൂടെ നിലകൊള്ളുന്ന ഒരു രീതിയാണ് നമ്മൾ കാണുന്നത്. സംസാരിക്കാനോ കഴിവില്ല പുറത്ത്, പക്ഷേ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഇഷ്ടമല്ല. കാരണം അതിനെക്കുറിച്ചുള്ള വിവരമില്ല. അപ്പോൾ പിന്നുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും വിധത്തിൽ ഈ പ്രതിഷേധ സ്വരങ്ങൾ ഉയർത്തുന്നവരെ അടിച്ചമർത്തുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ അവർ രാജ്യദ്രോഹികളെന്ന് അവരെ ഈ കുട്ടികളെ രാജ്യദ്രോഹികൾ മാത്രമല്ല, ഇവർ വിദ്യാർത്ഥികളൊന്നും അല്ല, ഇവർ ഗുണ്ടകളാണെന്ന് ആ രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈഡ്രജൻ ട്രെയിനിന് കല്ല് പറക്കി എറിഞ്ഞവരാണെന്ന് ഈ രീതിയിലൊക്കെയുള്ള വ്യാജ പ്രചരണങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ അത് ജനങ്ങൾ മുഴുവൻ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ്. ഇപ്പം ഇത് രാഹുൽ ഗാന്ധിയും കൂടി സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് അവർ പ്രത്യേകം വന്നത് മറ്റിടത്ത് പോയി അല്ല സമരം ചെയ്യുന്നത്, ആ രീതിയിലാണ്. എന്നാലും അത് വളരെ വലിയൊരു കാര്യമാണ്. കാരണം ഇത് പ്രതിപക്ഷം ഏറ്റെടുക്കേണ്ട ഒരു സമരം തന്നെയാണിത്. ഇത് നമ്മുടെ രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥിനികളുടെ പ്രശ്നമാണ്, ചെറുപ്പക്കാരുടെ പ്രശ്നമാണ്. അവരുടെ ഈ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ ഇവർ തയ്യാറല്ല. അതാണ് പ്രശ്നം. ഇപ്പോൾ അത് ഇവരുടെ ഈ വ്യാജ പ്രചരണങ്ങളെയൊക്കെ ഇപ്പോൾ ജനങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദിവസം കഴിയും തോറും ആളുകളുടെ എണ്ണം അവിടെ ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെ സമരപ്പന്തലെല്ലാം പൊളിച്ചു കളഞ്ഞു പോലീസിനെ കൊണ്ട്, ആ ജന്തർ മന്ദറിലെ. പക്ഷേ അതെല്ലാം അവർ പൂർവാധികം ഭംഗിയോടുകൂടി അന്ന് തന്നെ കെട്ടിയുയർത്തി അവിടെ ഇരിക്കുകയാണ്. ഈ സമരം എളുപ്പമൊന്നും അവസാനിക്കുമെന്ന് ഈ കേന്ദ്ര ഗവൺമെൻറ് വിചാരിക്കേണ്ട. കാരണം പ്രശ്നത്തിന് പരിഹാരം കാണണം. ഒളിച്ചോട്ടമല്ല വേണ്ടത്, മൗനമല്ല വേണ്ടത്. പ്രധാനമന്ത്രി മൗനം വെടിയണം ഈ കാര്യത്തിൽ. ഞാൻ ചോദിക്കട്ടെ, ഈ ധർമ്മേന്ദ്ര പ്രധാനെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട കാര്യം എന്താണ്? അയാൾ അഴിമതി നടത്തിയെന്ന് വ്യക്തമായ തെളിവുകളോടുകൂടിയാണ് ഈ വിദ്യാർത്ഥിനികൾ ഇതുപോലെ രംഗത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ അയാൾക്കെതിരെ നടപടിയെടുക്കാൻ തയ്യാറല്ല. അയാൾ രാജിവെക്കുന്ന പ്രശ്നമേ ഇല്ല എന്നാണ് അയാളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രശ്നം വരത്തില്ല. കാരണം ഇനിയും വീണ്ടും അവിടെ ഇരുന്ന് സൂഹിക്കണ്ടേ? വേണമല്ലോ. കാരണം ഇവൻ്റെ ഒന്നും വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പൈസ എടുത്തല്ലല്ലോ ഈ സൂഹിക്കുന്നത്. നമ്മുടെയൊക്കെ ചില പൈസയല്ലേ, നികുതി പണമല്ലേ, അല്ല വേറെ ഒന്നും അല്ലല്ലോ. ഏതായാലും ശരി, ഇത് സർക്കാരിനെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വലിയ പ്രക്ഷോഭമായിട്ട് ഇത് മാറാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഈ രാജ്യത്തെ യുവരക്തം എന്ന് പറയുന്നതിന് വളരെ ശക്തിയുള്ളതാണ്. വയസ്സന്മാരുടെ സമരം പോലല്ല. ഇപ്പം ഞാൻ പറഞ്ഞ MP-മാർ നടത്തിയ സമരം പോലൊന്നും അതുപോലും അല്ല. ഈ കുഞ്ഞുങ്ങൾ രംഗത്തിറങ്ങിയാൽ, ഈ ചെറുപ്പക്കാരെയെല്ലാം രംഗത്തിറക്കി ഈ രീതിയിലുള്ള വഷളത്തരം ആയിട്ട് ഇത് മാറ്റരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കേന്ദ്ര ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ശ്രദ്ധ വന്നിട്ട് ഈ ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിക്കുകയും അതുപോലെ തന്നെ സോനം വാങ്ചുക്കിന് അദ്ദേഹത്തിന് സമരം നടത്താനുള്ള അവകാശമുണ്ട്, അതിനെ അംഗീകരിച്ച് അദ്ദേഹത്തെ വിടുകയും അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങളുടെ ആത്മഹത്യ ചെയ്ത 27 കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവരുടെ വീട്ടിൽ അവർക്ക് ഓരോ കോടി രൂപ വീതം നഷ്ടപരിഹാരം കൊടുക്കുകയും ചെയ്യണം. ന്യായമായ അവകാശമാണ് ഈ ചെറുപ്പക്കാരുടേത്. അതിനെ അഡ്രസ്സ് ചെയ്യണം. അതാണ് വേണ്ടത്.